ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ജിസാനിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് അൽബഹയിലെ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ജിസാനിലേക്കാണ്. അൽബഹയിൽ നിന്ന് ജിസാനിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ കാക്കൻ്റെ ഫ്രണ്ട് ഉണ്ട്, ജിസാൻ ബേഷി പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു മണി 1:30 ഇടയിലാണ് അവിടെ എത്തിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ വീഡിയോസ് അവിടെ എത്തിയ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ റൂമിൻ്റെ അവിടെയും ഞങ്ങളൊരു കാലി ചായ കുടിക്കാനൊക്കെ ഇരുന്നൊരു വീഡിയോസ്, അങ്ങനെ കുറച്ച് പിന്നെ അവിടുത്തെ ആളുകളെ ഉൾപ്പെടുത്താത്ത രീതിയിലാട്ടോ ഞാൻ വീഡിയോസ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ കാലിച്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ, അപ്പോൾ അവിടുത്തെ പരിസരം അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പിന്നെ ബേസിലൊരു കമ്പനിയിലാണ്, ജംസ് പറഞ്ഞൊരു കമ്പനിയിലാണ് കേട്ടോ പണി. അപ്പോൾ ഓരോ കമ്പനീൻ്റെ റൂം തന്നെ ഒരു കൊടുക്കുന്നതാണ് ഈ റൂം, ഫാമിലിക്കൊക്കെ ഉള്ള റൂം. അപ്പോൾ അവിടെ അങ്ങനെ നമ്മളിവിടുത്തെ പോലെയല്ല, അങ്ങനെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഈ ബിൽഡിംഗ് ആണ്. അപ്പോൾ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാവൊക്കെ ചെയ്യാം. എല്ലാവരും നല്ല കമ്പനിയായിട്ട് അടുത്ത റൂമിലുള്ളവരൊക്കെ നല്ലൊരു ഇതായിട്ട് ഓരവിടെ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ട് നല്ല രസമാണ് അല്ലോ അവിടെ. അപ്പോൾ അവിടുത്തെ ഒരു നല്ല പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചായയുടെയും ഒക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ പേര് നൗഫൽ എന്നാണ്. അപ്പോൾ ഓനോടിങ്ങനെ നമ്മളിങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ളതൊക്കെ പറഞ്ഞപ്പം ഓൻ്റെ ഒരു ഫ്രണ്ട് അജ്മലുണ്ട് ഈ ഫ്ലാറ്റ് ഇതിൻ്റെ ഒരു വേറെ റൂമിൽ. അപ്പോൾ ഓരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്ക് അബഹേ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം പോയത് അൽബഹ കേട്ടോ, മാറിപ്പോവും. അബഹയ്ക്ക് പോവാന്നാൽ ഇവിടുന്ന് ചുരം 1 മണിക്കൂറേ കയറാനുള്ളൂ, പിന്നെ കുറച്ചുള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ എന്നാൽ പോയാലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതുകൊണ്ട് ചുരം കയറി പോവാൻ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനല്ല, തണുപ്പൊക്കെ ആവും എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം പോവാമെന്ന് വിചാരിച്ച് പോകുന്ന വീഡിയോസാണ് ഇപ്പോൾ കേട്ടോ. ഞങ്ങൾ ഒന്ന് പോവാണ്. പോയി അവിടെ വ്യൂ പോയിൻ്റ്, ഒരു സ്ട്രോബെറിൻ്റെ തോട്ടം, പിന്നെന്താ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. കാണാനായിട്ടൊന്നും വരാൻ പറ്റിയിട്ടില്ല. കുറേ യാത്രകളാണ് കുറേ നേരം പോയത്. പിന്നെ സ്ട്രോബെറി തോട്ടമാണ് പിന്നെ ലാസ്റ്റ് നമുക്കൊരു ഇതായത്. പിന്നെ വ്യൂ പോയിൻറ്റും കണ്ട്. ഇപ്പോൾ ഈ സ്ട്രോബെറി തോട്ടം തന്നെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. നല്ല തണുപ്പ് ഞങ്ങൾക്ക്. കയ്യിൽ ഐസ് പിടിച്ച പോലത്തെ കോച്ച് ഞങ്ങളെ കൈയൊക്കെ. പിന്നെ ഒരു കോട്ടൊക്കെ എടുത്ത് ഇതിലിട്ടീനി വണ്ടിയിൽ. പിന്നെ വണ്ടിയിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ മക്കൾക്കൊക്കെ ഇട്ടെടുത്ത് ഞങ്ങളൊക്കെ അതിട്ട് ഒരു പറഞ്ഞിന് തണുപ്പുണ്ടാവുമെന്ന്. പക്ഷേ നല്ല തണുപ്പേനി. സ്ട്രോബെറിത്തോട്ടം ഏറ്റവും ടോപ്പിൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ അവിടെ പോയത്. അവിടെ പോയപ്പോൾ പിന്നെ മോളൊക്കെ പറയും മേഘം നമ്മളെ താഴെയാണ് നിൽക്കുന്നത്, നമ്മളാണ് മുകളിൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ചുരമൊക്കെ കയറാണ്ട് പിന്നെ അങ്ങനെ ചുരാന്ന് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ അൽബഹേർക്ക് പോയ ചുരം പോലെയല്ല, അത് അറിയുന്നില്ല അങ്ങനത്തെ ചുരമാണ്. പിന്നെ മുകളിലൊക്കെ എത്തിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും അൽസൗദ എന്ന സ്ഥലത്തേക്കാട്ടോ ഞങ്ങൾ പോയത്. അവിടെ നിന്ന് പോയി ആ വ്യൂ പോയിൻ്റൊക്കെ പോയി വന്നാൽ അങ്ങനെ ഒരു സൂക്കുണ്ട് അവിടെ. പിന്നെ കരകൗശല വസ്തുക്കൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ള അങ്ങനെ വലിയൊരു സൂക്കുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ആ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താ അതിൽ കാണുന്നില്ല, കുരങ്ങന്മാരൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു, കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊക്കെ പോയി വീണ്ടും ഞങ്ങൾ സ്ട്രോബെറി തോട്ടം കാണാം അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ കണ്ട് മോൻ നോക്കിന്നപ്പം ആ വണ്ടീൻ്റെ ഓണർ തന്നെ മോൻ്റെ ഇത് കണ്ടിട്ട് ഓനെ വന്നിരുന്നോട്ടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഓനിരുന്ന്. അപ്പോൾ ആ വണ്ടി കണ്ടോ ഈ കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ഒരു ചെറിയ ഒരു പൂക്കളൊക്കെ ഉള്ളൊരു ചെടികളുണ്ട്. അതാണ് അവിടുത്തെ ഒരു ഇത് മോനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ ഉണ്ട്. സ്ട്രോബെറി തോട്ടം കാണണമെങ്കിൽ 20 റിയാൽ, അതിൻ്റെ ഉള്ളിൽ കയറി കാണണമെങ്കിൽ 20 റിയാൽ കൊടുക്കണം. അപ്പോൾ എന്നാൽ ഒരാൾക്ക് നമുക്ക് ഒരു പാത്രം തരും, ഒരു ഇതുപോലത്തെ ഒരു ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ് പോലത്തെ കുറച്ച് ഇത് തരുന്നതാണ്. അതിലേക്ക് പറിച്ചിടുകയും ചെയ്യാം, നമുക്ക് കാണുകയും ചെയ്യാം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാനും ഇക്കാക്കിയാണ് കേട്ടോ കയറിയത്. അതുകൊണ്ട് മക്കൾക്കൊന്നും ഇതിനുള്ളിൽ കാണാൻ കഴിഞ്ഞില്ല. ഞാനും ഇക്കാക്കിയും കയറി. അപ്പോൾ കാക്ക ഇങ്ങനെ പാത്രത്തിൽ പറിച്ച് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പം സ്ട്രോബെറി എന്നത് അങ്ങനെ ചെറിയതാണ് കേട്ടോ. ഞാനൊക്കെ വിചാരിച്ച് ഒരു മരത്തുമ്മൽ പോലെ മൾബറി ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ അങ്ങനെ എന്തെങ്കിലും മരത്തുമ്മലാവും ഉണ്ടാവുന്നത്. ചെറിയ ചെടിമല് ഇങ്ങനെ വള്ളി പോലെ അവിടുത്തെ നിലത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടാവുക ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ ചെയ്തിന് കേട്ടോ. നല്ല രസമുണ്ട്.
നല്ല ചോപ്പുള്ളത് നോക്കി പറിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. 3-4 ഞാൻ ഉക്കാക്കിയൊക്കെ തിന്ന്, ബാക്കി ഞങ്ങൾ ഇതിൽ മാക്സിമം ആക്കി മക്കൾക്കും ഞങ്ങൾ കൂടെ വന്നവർക്കൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഒരു പിന്നെ കയറുന്നില്ല, ഓരൊക്കെ അങ്ങനെ വന്നതാണ് കയറിയതൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം പിന്നെ നിങ്ങൾ കയറിക്കോളി എന്ന് പറഞ്ഞ് ഞങ്ങളെ കയറാം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നവർക്ക് അറിയാം, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുക്കാമല്ലോ, നിങ്ങൾ എന്നെ കയറിക്കോളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. തിരിച്ച് പോന്ന് പിന്നെ ഭക്ഷണം അതുപോലെ അന്ന് ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിർത്താമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഇനി ഇരുട്ടായാലും സ്റ്റോബറിത്തോട്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതല്ല. അപ്പം പിന്നെ അങ്ങനെ മാക്സിമം പോട്ടെ വെച്ച് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സ്നാക്ക് അങ്ങനെ പലതും വാങ്ങിയൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒലിടുത്തീനി, അപ്പോൾ അതൊക്കെ കഴിച്ചീനി. അങ്ങനെ പിന്നെ കുട്ടികൾക്കൊക്കെ വിശക്കുമല്ലോ, പിന്നെ തണുപ്പുള്ളതുകൊണ്ട് മക്കളൊക്കെ പിന്നെ വണ്ടി എത്തി. ഷാദിമോൻക്ക് അവിടെ എത്തിയപ്പോൾ പിന്നെ ജലദോഷമൊക്കെ കൂടിയ പോലെ എനിക്ക് തണുപ്പൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. പോനെ കാറിലൊക്കെ എത്തി. അപ്പം പിന്നെ ഞങ്ങളിതൊക്കെ കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങി പിന്നെ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. ഫുഡ് കഴിച്ചത് ഞങ്ങൾ നാട്ടിലെത്തിയാൽ തന്നെയാണ് കഴിച്ചത്. അതും അവിടുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചമാതിരി കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ 3 വണ്ടിയിലല്ലോ പോണത്. നൗഫൽ പറഞ്ഞ ഓരോ വണ്ടി തെറ്റിപ്പോയി സ്ഥലം. അങ്ങനെ പിന്നെ ഓല് വേറെ സ്ഥലത്ത് നിന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ പോന്ന് ഏതായാലും ഈ നാട്ടിലെ വേശ്യ സ്ഥലത്ത് തന്നെ എത്തിയാനാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അപ്പോൾ തിരിച്ച് പോരുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഇത്. നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചുരം ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ താഴ്ഭാഗം കാണാൻ അപ്പുറത്തൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനൊക്കെ കയറി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അത്രേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇനി അവിടുത്തെ ഒരു മസറ കാണാനുണ്ട്. മസറ മീൻ പച്ചക്കറി തോട്ടം കേട്ടോ. തോട്ടത്തിനാണ് അങ്ങനെ ഫാമിനാണ് ഈ മസറ എന്ന് പറയുന്നത്. വെജിറ്റബിൾ ഫാം കാണാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ അതാണ്.